ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രവാചകൻ പറയുകയാണ്, എന്റെ ഉമ്മത്ത്, എന്റെ സമുദായം 6 കാര്യങ്ങളെ ഹലാലായിട്ട് കണ്ടാൽ ഫലൈഹിമുദ്ദിമാർ, അവരുടെ മേൽ നാശം നിർബന്ധമായിരിക്കുന്നു എന്ന് സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 6 കാര്യങ്ങൾ ഹറാമാണ്. ആ ഹറാമായ 6 കാര്യങ്ങളെ എന്റെ ഉമ്മത്ത് ഹലാലായിട്ട് വ്യാഖ്യാനിക്കാൻ മെനക്കെട്ടാൽ തീർച്ചയായും അവരുടെ മേൽ നാശമാണ്. പിന്നെ അവരെ രക്ഷിച്ചെടുക്കാൻ, നിർമ്മിച്ചെടുക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന് സയ്യിദനാ റസൂലുള്ളാഹി. 6 കാര്യം പ്രവാചകൻ ഒന്നാമതായി എണ്ണിപ്പറയുന്നു. ഇദാ ലഹറ ഫീഹിമുത് തലാഉൻ, എന്റെ ഉമ്മത്തിൽ തലാഉൻ വെളിവായി കഴിഞ്ഞാൽ. എന്താണ് തലാഉൻ എന്ന് പറഞ്ഞാൽ? പരസ്പരമുള്ള ആക്ഷേപം, പരസ്പരമുള്ള ശാപവചനങ്ങൾ. ഇത് ഉമ്മത്തിൽ വെളിവായി കഴിഞ്ഞാൽ ഈ ഉമ്മത്ത് നശിക്കുക തന്നെ ചെയ്യും, സംശയമില്ല. നാശം നിർബന്ധമായി എന്നാണ്. ഇന്ന് നമ്മൾ പലപ്പോഴും കാണുന്നത് അതാണ്. വ്യക്തികൾ വ്യക്തികളെ ആക്ഷേപിക്കുന്നു, സമൂഹം സമൂഹത്തെ ആക്ഷേപിക്കുന്നു, മുസ്ലിം പാർട്ടികൾ തന്നെ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നു, കുറ്റം പറയുന്നു, കുടുംബക്കാർ മറ്റു കുടുംബക്കാരെ ആക്ഷേപിക്കുന്നു, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ എല്ലാ മേഖലകളിലും തലാഖുൻ വെളിവായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വിശ്വാസിക്കത് പറ്റിയ പണിയാണോ? ആരെങ്കിലും ആക്ഷേപിക്കലും ആരെങ്കിലും കുറ്റപ്പെടുത്തലും ശപിക്കലും വിശ്വാസിക്ക് യോജിച്ച പണിയല്ല എന്ന് സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകിച്ച് മുഅ്മിനായ മനുഷ്യനെ ഒരിക്കലും ആക്ഷേപിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ലഅനുൽ മുഅ്മിനി കഖത്ലിഹി, മുഅ്മിനായ മനുഷ്യനെ ഒരാൾ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ അവനാ മുഅ്മിനായ മനുഷ്യനെ കൊല്ലുന്നത് പോലെയാണ് എന്ന് സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെ കൊല്ലുന്നത് പോലെയാണ് അയാളെ ശപിക്കുക എന്ന് പറയുന്നത്. ഈ ശാപം രഹസ്യമായിട്ട് ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമാണ് പരസ്യമായിട്ട് ചെയ്യുക. അതൊരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ശപിച്ചാലും അവനെ കൊല്ലുന്നത് പോലെയാണ്. ഒരയൽവാസി മറ്റൊരയൽവാസിയെ ശപിച്ചാൽ അവനെ കൊല്ലുന്നത് പോലെയാണ്. ഒരു പ്രസ്ഥാനം മറ്റൊരു പ്രസ്ഥാനത്തെ ശപിച്ചാൽ അവനെ കൊല്ലുന്നത് പോലെയാണ്. ഒരു നാട് മറ്റൊരു നാടിനെ ശപിച്ചാൽ ആ നാട്ടുകാരെ മുഴുവനും കൊന്നു കൊലവിളിക്കുന്നവനെ പോലെയാണ്. ലഅനുൽ മുഅ്മിനി കഖത്ലിഹി, മുഅ്മിനായ മനുഷ്യന്റെ ശാപം എന്ന് പറയുന്നത് അപരനെ കൊല്ലുന്നത് പോലെയാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ കൊന്നാലുണ്ടാകുന്ന ശിക്ഷ എന്താണ്? വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. وَمَن يَقْتُلْ مُؤْمِنًا مُتَعَمِّدًا فَجَزَاؤُهُ جَهَنَّمُ خَالِدًا فِيهَا, ആരെങ്കിലും മുഅ്മിനായ ഒരു മനുഷ്യനെ മനഃപൂർവ്വം കൊന്നുകളഞ്ഞാൽ ഫജസാഉഹു ജഹന്നമു ഖാലിദൻ ഫീഹാ, അവന് കിട്ടുന്ന ശിക്ഷ എന്താണെന്നറിയോ? കാലാകാലം അവൻ നരകക്കുണ്ടിൽ അമർന്നു കിടക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ. കാലാകാലം നരകത്തിലാണ് ഒരു മുഅ്മിനായ മനുഷ്യനെ കൊല്ലുന്നവന്റെ അവസ്ഥ. അങ്ങനെ നരകം മാത്രമല്ല, വഗളിബല്ലാഹു അലൈഹി, അല്ലാഹു അവന്റെ മേൽ കോപിച്ചിരിക്കുന്നു, വലഅനഹു, അല്ലാഹു അവനെ ശപിച്ചിരിക്കുന്നു, വഅദ്ദ ലഹു അസാബൻ അളീമാ, വലിയ ശിക്ഷയാണ് അല്ലാഹു തആല അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് ഖുർആൻ. നരകം മാത്രമല്ല, കാരണം നരകത്തിൽ കാലാകാലം കഴിയുന്നവരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. കുറഞ്ഞ കാലത്തെ ശിക്ഷയ്ക്ക് ശേഷം സ്വർഗത്തിലേക്ക് മടങ്ങി വരുന്നവരുണ്ട്. എന്നാൽ മുഅ്മിനായ മനുഷ്യനെ കൊല്ലുന്നവന്റെ അവസ്ഥ, അവൻ ഒരു കാലത്തും നരകത്തിൽ നിന്നും പുറത്തു വരൂല. മാത്രവുമല്ല, അല്ലാഹുവിന്റെ കഠിനമായ കോപത്തിനിരയായി അവൻ മാറും. അല്ലാഹുവിന്റെ ശാപം അവനെ ഗ്രസിച്ചുകൊണ്ടേയിരിക്കും. നരകത്തിൽ തുടരെ തുടരെ വരുന്ന ശിക്ഷകൾ അവനെ പൊതിയുകയും ചെയ്യുമെന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. അതുകൊണ്ട് ആരെങ്കിലും ശപിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ആദ്യമേ നരകത്തിലുള്ള ഒരു സീറ്റ് തയ്യാറാക്കിക്കൊള്ളട്ടെ എന്നാണ് ഖുർആൻ പറഞ്ഞത്. നീ നരകത്തിലൊരു സീറ്റ് ആദ്യം റിസർവ് ചെയ്തിട്ട് മറ്റുള്ളവരെ ശപിച്ചുകൊള്ളുക. അത്രയ്ക്ക് ഗുരുതരമായ പാപമാണിത്.
ദുനിയാവിൽ അവന് കിട്ടുന്ന അദാബ് എന്താണെന്നറിയോ? ഇന്നൽ അബ്ദ ഇദാ ലഅന ശൈഅൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു വസ്തുവിനെ ശപിച്ചു കഴിഞ്ഞാൽ സഅദത്തിൽ ലഅനതു ഇലസ് സമാഇ, ആ ശാപം ആദ്യം ആകാശത്തിലേക്ക് കയറിപ്പോകും. ഫതുഗ്ലഖു അബ്വാബുസ് സമാഇ ദൂനഹാ, ആ ശാപത്തിന്റെ മുമ്പിലതാ ആകാശത്തിന്റെ കവാടങ്ങൾ അല്ലാഹു അടയ്ക്കും. ആ ശാപം ആകാശത്തിലേക്ക് ഉയർന്ന ശാപം, ആകാശത്തിന്റെ കവാടങ്ങൾ അതിന്റെ മുമ്പിൽ അടയ്ക്കപ്പെടുമ്പോൾ വാനതലങ്ങളിലേക്ക് കയറിപ്പോകാൻ കഴിയാതെ അത് തിരിച്ചു ഭൂമിയിലേക്ക് വരും. ഭൂമിയിലേക്ക് വരുമ്പോൾ ഭൂമിയുടെ കവാടങ്ങളും ആ ശാപത്തിന്റെ മുമ്പിൽ അടയ്ക്കപ്പെടും. അവസാനം ആ ശാപം യമീനം വശിമാല, വലത്തേക്കും ഇടത്തേക്കും പോകാൻ ശ്രമിക്കും. മുകളിലേക്കോ താഴേക്കോ വലത്തേക്കോ ഇടത്തേക്കോ പോകാൻ കഴിയാതെ ഈ ശാപം കുടുങ്ങിക്കിടക്കുമ്പോൾ അവസാനം ആരെയാണോ ശപിക്കപ്പെട്ടത് ആ മനുഷ്യനിലേക്ക് ഈ ശാപം മടങ്ങാൻ ശ്രമിക്കും. ആരെയാണോ ശപിക്കപ്പെട്ടത് ആ മനുഷ്യനിലേക്ക് ശാപം മടങ്ങും. ശപിക്കപ്പെട്ട മനുഷ്യൻ ഈ ശാപത്തിന് അർഹനല്ലെങ്കിൽ പ്രവാചകൻ പറയുകയാണ് റജഅത് ഇലാ ഖായിലിഹാ, ശപിച്ചവനിലേക്ക് തന്നെ മടങ്ങുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആരെങ്കിലും ശപിക്കുന്നതിന് മുമ്പ് ആലോചിക്കണം, ഞാൻ ആരെയാണോ ശപിക്കുന്നത് അവൻ ഈ ശാപത്തിന് അർഹനാണോ എന്ന് ചിന്തിക്കണം. ഇല്ലെങ്കിൽ ആ ശാപം അതിശക്തമായ രീതിയിൽ ബൂമറാങ് പോലെ അത് ശപിച്ചവനെ തിരിച്ചടിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണെന്ന് പരസ്യമായിട്ട് ആളുകൾ ചെയ്യുന്നത്. സംഘടന സങ്കുചിതത്വത്തിന്റെ പേരിൽ, പ്രാസ്ഥാനിക താല്പര്യത്തിന്റെ പേരിൽ, വ്യക്തിപരമായ ആഗ്രഹങ്ങളുടെ പേരിൽ, കുടുംബപരമായ താല്പര്യങ്ങളുടെ പേരിൽ, രാഷ്ട്രപരമായ ഇച്ഛകളുടെ പേരിൽ സമൂഹം പരസ്പരം മറ്റുള്ളവരെ ആക്ഷേപിക്കാനും കുറ്റപ്പെടുത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ശാപമെല്ലാം ചെന്ന് ചേരുന്നത് അത് ശപിച്ചവനിലേക്കാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ദുനിയാവിൽ കിട്ടുന്ന അസാബാണ്. നാളെ പരലോകത്ത് കിട്ടുന്ന അസാബ് എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ യകൂനുൽ ലഅാനൂന ശുഫആഅ വലാ ശുഹദാഅ യൗമൽ ഖിയാമ, ശപിക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് ശുപാർശ ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കില്ല. പ്രവാചകന്മാർ ശുപാർശ ചെയ്യും, അള്ളാഹുവിന്റെ ഉലമാക്കൾ ശുപാർശ ചെയ്യും, ഔലിയാക്കൾ ശുപാർശ ചെയ്യും, മുഅ്മിനീങ്ങളിൽപ്പെട്ട സ്വാലിഹീങ്ങളായ ആളുകളും നാളെ പരലോകത്ത് അവരുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. എന്നാൽ അക്കൂട്ടത്തിൽ ഇവൻ വിശ്വാസിയാണെങ്കിലും ആരെങ്കിലും ദുനിയാവിൽ വെച്ച് ശപിച്ചിട്ടുണ്ടെങ്കിൽ ആ ശുപാർശ ചെയ്യാനും അള്ളാഹുവിന്റെ അടുക്കൽ സാക്ഷി നിൽക്കാനുമുള്ള അധികാരം അവൻ ഉണ്ടായിരിക്കുകയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദുനിയാവിലും ആഖിറത്തിലും ഗുരുതരമായ പാപത്തിന്റെ ഉടമയായി മാറുന്നവനാണ് മറ്റുള്ളവരെ ശപിക്കുന്നവനും ആക്ഷേപിക്കുന്നവനും കുറ്റപ്പെടുത്തുന്നവനും. പ്രവാചകൻ പറയുന്നു, ഒന്നാമതായി എന്റെ ഉമ്മത്ത് ഇത്തരത്തിലുള്ള ശാപവചനങ്ങളെ ഹലാലായിട്ട് കണ്ടാൽ അലൈഹിമുദ്ദമാർ, അവരിൽ നാശം ഇതാ നിർബന്ധമായിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്. രണ്ടാമത് പ്രവാചകൻ പറയുന്നു, എന്റെ ഉമ്മത്ത് രണ്ടാമത്തെ കാര്യം ഹലാലായിട്ട് കണ്ടാൽ എന്താണ് രണ്ടാമത്തെ കാര്യം? വശരിബുൽ ഖുമൂർ, മദ്യപാനം ഹലാലായിട്ട് കണ്ടാൽ ഈ ഉമ്മത്ത് നാശത്തിലാണ്. പിന്നെ ഉമ്മത്തിനെ നേരെ ചൊവ്വേ നിർത്താൻ ആരെക്കൊണ്ടും കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്യപാനം അതിപ്പോ എന്താ കുഴപ്പം? എല്ലാവരും കൂടുമ്പോൾ ഒന്ന് അടിക്കാം, ഒന്ന് വീശാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മദ്യപാനത്തിനോട് ഇസ്ലാമിക സമൂഹം സ്വീകരിച്ച കഠിനമായ നിലപാട്, ആ നിലപാടിൽ ഒരു മൃദുഭാവം വന്നിരുന്നെങ്കിൽ എന്നാരെങ്കിലും ആഗ്രഹിച്ചു പോയാൽ അലൈഹിമുദ്ദിമാർ, അവന്റെ മേൽ നാശമാണ്. മദ്യപാനം മനുഷ്യനെ തകർക്കുന്നതാണ്. കഴിഞ്ഞ 2 ആഴ്ചകളിൽ സൂചിപ്പിച്ചതായിരുന്നല്ലോ, അത് മനുഷ്യനെ നശിപ്പിച്ചു കളയുന്നതാണ്. അതൊരിക്കലും മനുഷ്യനെ നിർമ്മിക്കാൻ പര്യാപ്തമായ ഒന്നല്ല മദ്യം എന്ന് പറയുന്നത്. ലോകപ്രശസ്തനായ ഒരു സാഹിത്യകാരനുണ്ട്, ഒരു ചരിത്ര പണ്ഡിതനുണ്ട്, അർണോൾഡ് ടോയംബി. അദ്ദേഹത്തിന്റെ ലോകപ്രശസ്തമായ ഒരു ഗ്രന്ഥമുണ്ട്, ലോക ചരിത്ര ഗ്രന്ഥം.
ആ ലോക ചരിത്ര ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട അർണോൾഡ് ടോയംബി എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ ചരിത്ര പണ്ഡിതൻ അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്തിന്നേ വരെ കടന്നുപോയ 21 പ്രധാനപ്പെട്ട നാഗരികതകൾ, ആ 21 നാഗരികതകളിൽ 19 നാഗരികതയും ലോകത്ത് തകർന്നടിയാനുള്ള അടിസ്ഥാനപരമായ കാരണം മദ്യവും മയക്കുമരുന്നുമായിരുന്നുവെന്ന് അർണോൾഡ് ടോയംബി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. 21 നാഗരികതകളിൽ 19 നാഗരികതകളും തകരാനുള്ള അടിസ്ഥാനപരമായ കാരണം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗമായിരുന്നുവെന്ന് പ്രവാചകൻ പറഞ്ഞില്ലേ, അലൈഹിമുദ്ദിമാർ, അവരുടെ മേൽ നാശം നിർബന്ധമാണ്, അതുപയോഗിക്കുന്ന ആളുകൾക്ക് നാശം നിർബന്ധമാണ്. ലോക ചരിത്രത്തിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ച എത്രയോ ആളുകൾ ഉൽക്കകൾ പൊട്ടി തകരുന്നത് പോലെ ലോക ചരിത്രത്തിൽ ഒന്നുമില്ലാതായി മാറിയിട്ടുണ്ട്. അവരൊക്കെ താരങ്ങളായി ആകാശ ലോകത്ത് തിളങ്ങി നിൽക്കുന്ന താരകങ്ങളെ പോലെ ജനമനസ്സുകളിൽ ശോഭിച്ചു നിന്നവരാണ്. പക്ഷേ നിമിഷ നേരം കൊണ്ട് ഉൽക്കകളെ പോലെ പൊട്ടി തകർന്ന തരിപ്പണമായി പോയി. എന്താണ് അതിന്റെ അടിസ്ഥാനപരമായ കാരണം? അതിന്റെ കാരണം മറ്റൊന്നുമായിരുന്നില്ല, മദ്യപാനവും മയക്കുമരുന്നിന്റെയും ഉപയോഗമായിരുന്നു. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മഹാരാജ്യത്തിന്റെ പൊതുവായ കണക്കെടുത്ത് നോക്കുമ്പോൾ മദ്യപിക്കുന്ന പുരുഷന്മാരുടെ അനുപാതം പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളമാണ്. ഏറ്റവും കൂടുതൽ പുരുഷന്മാർ മദ്യപിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നാടെന്ന് വിളിക്കപ്പെടുന്ന, എന്നാൽ ഇന്ന് പിശാചിന്റെ നാടായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കൊച്ചു സംസ്ഥാനമാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്ന ആളുകൾ. ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമായ ഭക്ഷ്യധാന്യം എന്ന് പറയുന്നത് അരിയാണ്. ഈ മലയാളി അരി വാങ്ങുന്നതിന് ചെലവഴിക്കുന്ന സമ്പത്തിന്റെ 3 ഇരട്ടിയിലേറെ മദ്യം വാങ്ങാൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കണക്കുകൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അരി വാങ്ങാൻ ഉപയോഗിക്കുന്ന സമ്പത്തിനേക്കാൾ കൂടുതൽ മലയാളി മദ്യം വാങ്ങാൻ ഉപയോഗിക്കുന്നു. പിന്നെ എങ്ങനെയാണ് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുക? പിന്നെ എങ്ങനെയാണ് നേരെ ചൊവ്വെ ജീവിക്കാൻ കഴിയുക? പിന്നെ എങ്ങനെയാണ് പുനഃസംവിധാനത്തിന് സാധിക്കുക? പിന്നെ എങ്ങനെയാണ് ഉന്നത മൂല്യങ്ങളുള്ള ഉത്തമ സമുദായത്തെ വാർത്തെടുക്കാൻ കഴിയുക? പ്രവാചകൻ പറഞ്ഞു, മദ്യപാനം ഹലാലാണെന്ന് ആരെങ്കിലും വിധിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നാശമാണ് എന്ന് സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടെല്ലാം തന്നെയാണ് പ്രവാചകൻ ഒരിക്കലും മദ്യത്തിനോട് നിങ്ങൾ ലളിതമായ സമീപനം പാടില്ല എന്ന് പ്രവാചകൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത്. മദ്യം ഉപയോഗിക്കരുത് എന്ന് മാത്രമല്ല, മദ്യം വിളമ്പപ്പെടുന്ന സദസ്സുകളിൽ നിങ്ങൾ ഇരിക്കുകയും ചെയ്യരുത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ലാ യജ്ലിസ് അലാ മാഇദത്തിൻ യശ്റബു അലൈഹൽ ഖംർ, മദ്യം വിളമ്പപ്പെടുന്ന തീൻമേശയുടെ സമീപം നിങ്ങൾ ഇരിക്കരുത് എന്ന് സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്യം വിളമ്പുന്ന തീൻമേശയുടെ ചുറ്റും ഇരിക്കരുത്. ചായ കുടിക്കാനാണോ ബാറും ഹോട്ടലുമുള്ള ചായക്കടയിൽ നിങ്ങൾ കയറരുത്. പ്രവാചകൻ പറഞ്ഞത് അതാണ്. നീ അറിയാതെ നീ ഭക്ഷണം കഴിക്കുന്ന പാത്രമോ നീ കുടിക്കുന്ന വെള്ളമോ മദ്യം വിളമ്പിയ പാത്രമാണെന്നോ കുപ്പിയാണെന്നോ നിനക്കെങ്ങനെ അറിയാം? അല്ലെ, സ്റ്റാർ ഹോട്ടലുകളിൽ മദ്യം വിളമ്പിയിട്ട് ആ മദ്യം വിളമ്പപ്പെടുന്ന പാത്രങ്ങളും കുപ്പികളും കഴുകാതെ ആഹാരം കഴിക്കാൻ വരുന്ന ആളുകളുടെ മുമ്പിലേക്ക് വെച്ചു നീട്ടപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ അത് മദ്യക്കുപ്പിയാണോ അല്ലയോ എന്ന് നിനക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, മദ്യം വിളമ്പപ്പെടുന്ന തീൻമേശയുടെ സമീപം നിങ്ങൾ ഇരിക്കരുത്. സ്റ്റാർ ഹോട്ടലുകളിലും മറ്റുള്ള ക്ലബ്ബുകളിലും പോയിരുന്നുകൊണ്ട് സ്വറ പറയുന്ന സഹോദര, പ്രവാചകന്റെ ഈ വാക്ക് നിന്റെ ഹൃദയത്തിലേക്ക് ഇടുത്തി പോലെ വീഴട്ടെ. മദ്യം വിളമ്പുന്ന സദസ്സുകളിൽ നീ ഇരിക്കരുത്. മദ്യം വിളമ്പുന്ന ചർച്ചയുടെ കേന്ദ്രങ്ങളിൽ നീ ഇരിക്കരുത്. മദ്യം മധ്യവർത്തിയാക്കപ്പെടുന്ന കേന്ദ്രങ്ങളിലും നിങ്ങൾ ഇരിക്കരുത്. മദ്യം എന്ന് മധ്യവർത്തിയാൽ ഏതൊരു കാര്യവും തീരുമാനിക്കപ്പെടുന്നതും ആ തീരുമാനിക്കപ്പെടുന്ന കാര്യം പൂർണ്ണ പിന്തുണയോടുകൂടി പാസ്സാക്കപ്പെടുന്നതും മദ്യക്കുപ്പി പൊട്ടിച്ചിട്ടാണ്.
അതാണ് മധ്യവർത്തിയാക്കപ്പെടുന്ന കാലം എന്ന് പറയുന്നത്. പ്രവാചകൻ പറഞ്ഞു, ഇരിക്കരുത്, നിന്നെ ഒരു കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കല്യാണത്തിന് മദ്യം വിളമ്പുന്നുണ്ടെങ്കിൽ ആ കല്യാണത്തിൽ നീ പങ്കെടുക്കരുത്. പ്രവാചകന്റെ താക്കീതാണ്. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാനിന്റെ അംശം ബാക്കിയുണ്ടെങ്കിൽ, അല്ലാഹു ഉണ്ട് എന്ന് നീ വിശ്വസിക്കുന്നവനാണെങ്കിൽ, ആഖിറമുണ്ട് എന്ന് നീ വിശ്വസിക്കുന്നവനാണെങ്കിൽ നിനക്കത് പറ്റിയ പണിയല്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ദീർഘമായ ഹദീസിൽ പറയുന്നുണ്ട്, മദ്യപാനിയായ വ്യക്തിക്ക് നിങ്ങളുടെ മകളെ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കരുത്. മദ്യപാനം എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്യം മാത്രമല്ലെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ലഹരി ഉണ്ടാക്കുന്ന, അധികമായി ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാക്കുന്ന മുഴുവൻ വസ്തുക്കളും ലഹരി വസ്തുക്കളുടെ പട്ടികയിൽ പെടുന്നതാണ്. അധികമായി ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാക്കുന്ന മുഴുവൻ വസ്തുക്കളും, അത് ബീഡിയാണെങ്കിലും അത് മറ്റേതെങ്കിലും ലഘുവായ വസ്തുവാണെങ്കിലും, അത് അമിതമായി ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാക്കുന്നതാണെങ്കിൽ അതും മയക്കുമരുന്നിന്റെ പട്ടികയിൽ പെടുന്നത് തന്നെയാണ്. ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ ആ വിഷയത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പഴയ ഒരു പരസ്യമുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ വൻമതിൽ എന്നറിയപ്പെടുന്ന രാഹുൽ ദ്രാവിഡ് പറയുന്ന ഒരു പരസ്യം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ജീവിതത്തിന്റെ ഇടയിൽ നിങ്ങൾ റണ്ണിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ റണ്ണൌട്ട് ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെ? ജീവിതത്തിന് വേണ്ടി നിന്റെ മേൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് ജീവിതം പാതി വഴിയിൽ അവസാനിപ്പിച്ചുകൊണ്ട് ജീവിതത്തോട് വിട പറയാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ലാ തുൽഖൂ ബിഐദീകും ഇലാ തഹ്ലുക. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കൈകളെ നാശത്തിലേക്ക് നീട്ടരുത്. ഈ വസ്തുക്കളൊന്നും മനുഷ്യൻ ഒരിക്കലും ദീർഘായുസ് പ്രദാനം ചെയ്യുന്നതല്ല. ദൈവം തമ്പുരാൻ കനിഞ്ഞരുളിയ മഹത്തരമായ ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നതാണ് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ നിങ്ങളുടെ മകളെ കെട്ടിച്ചു കൊടുക്കരുത്. പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, ലാ തുസല്ലിമു അലൈഹിം. ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടാൽ നിങ്ങൾ അവരോട് സലാം പറയരുത്. കഞ്ചാവ് ഉപയോഗിക്കുന്നവനാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കടയിൽ നിന്ന് കിട്ടുന്ന കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന മാല പോലെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഏതെങ്കിലും പായ്ക്കറ്റ് എടുത്തുകൊണ്ട് സമയം കൊല്ലുന്നതിന് വേണ്ടി നാവിന്റെ അടിയിലേക്ക് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നാവിന്റെ മുകളിലേക്ക് വെച്ചുകൊണ്ട് അതിന്റെ രുചി ആസ്വദിച്ചുകൊണ്ട് നുണഞ്ഞിറക്കുന്നവനാണോ എങ്കിൽ നിങ്ങൾ അവരോട് സലാം പറയണ്ട. ലാ തുസല്ലിമു അലൈഹിം വഇദാ മരിദു ഫലാ തഊദുഹും. അവൻ രോഗിയായി കിടന്നാൽ അവനെ കാണാൻ നിങ്ങൾ ചെല്ലേണ്ട കാര്യമില്ല. രോഗിയെ സന്ദർശിക്കേണ്ട. മുസ്ലിമായ ഒരു മനുഷ്യൻ രോഗിയായാൽ ചെന്ന് കാണണം. പക്ഷെ മദ്യപിക്കുന്നവനാണെങ്കിൽ അവന്റെ പടിവാതിൽക്കലേക്ക് നിങ്ങൾ കയറി പോകരുത്. അവനോട് നിങ്ങൾ സലാം പറയരുത്. അവനോട് യാതൊരു രീതിയിലുള്ള ലോഹ്യവും നിങ്ങൾക്കുണ്ടാവരുത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ കുഴപ്പമില്ലാത്ത പണിയാണ്. ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ നല്ല ആളുകളാണ് എന്നീ ഉമ്മത്ത് കണക്കാക്കിയാൽ അലൈഹിമുദ്ദിമാർ, ഈ സമൂഹത്തിന് നാശമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ കാര്യം, മൂന്നാമത് പ്രവാചകൻ പറയുകയാണ്, വലബിസുൽ ഹരീർ. പട്ട് ധരിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ, പട്ടിന്റെ സാമ്രാജ്യം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. കല്യാണത്തിനൊക്കെ ചെറുക്കന്മാരിടുന്ന ഷർവാനി പോലെയുള്ള വസ്ത്രങ്ങൾ കണ്ടാൽ ആരുടെയും കണ്ണൊന്നു മഞ്ഞളിച്ചു പോകും. സൂക്ഷിക്കണം. അത്തരത്തിലുള്ള ഷർവാണിയുടെ ഉള്ളിൽ എവിടെയെങ്കിലും പട്ടുപോലെയുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ പട്ടിന്റെ തുണികളോ തേച്ച് തുന്നച്ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കൽ ഹറാമാണ്. പട്ടിന്റെ വസ്ത്രം ഹറാമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകൻ ഒരിക്കൽ തന്റെ വലങ്കയിൽ പട്ടിന്റെ വസ്ത്രവും ഇടങ്കയിൽ സ്വർണവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പ്രഖ്യാപിച്ചു, ഇന്ന ഹാദൈനി ഹറാമുൻ അലാ ദുകൂരി ഉമ്മത്തി. ഈ രണ്ട് സാധനങ്ങളും, എന്റെ വലങ്കയിലിരിക്കുന്ന പട്ടും എന്റെ ഇടങ്കയിലിരിക്കുന്ന സ്വർണവുമെല്ലാം എന്റെ സമുദായത്തിലെ പുരുഷന്മാർക്ക് ഹറാമാണ്. പെണ്ണുങ്ങൾക്ക് ഹലാലാണ് എന്ന് പ്രവാചകൻ ഒരിക്കൽ പ്രഖ്യാപിച്ചു എന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല. അതുകൊണ്ട് കൂടിയ തരത്തിലുള്ള വസ്ത്രങ്ങൾക്ക് ധരിക്കുമ്പോൾ അത് പട്ടുമായി ബന്ധപ്പെട്ട വസ്ത്രമാണെങ്കിൽ അത് പുരുഷന് ഹറാമാണ്. ഹറാമായ ഒരു കാര്യം ചെയ്തവനായ നിലയിൽ മരണപ്പെട്ടാൽ അവന്റെ വാസസ്ഥാനം പിന്നീട് നരകമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട വിഷയമാണ്. ലോക ചരിത്രത്തിൽ
ആദ്യമായി പട്ടുവസ്ത്രം ധരിച്ചത്. പട്ടിന്റെ മഹത്വം പറയുന്നവരാണ് നാം, പലപ്പോഴും കേട്ടിട്ടുള്ളവരുമാണ്. എന്നാൽ മനസ്സിലാക്കിക്കൊള്ളുക, ലോക ചരിത്രത്തിൽ ആദ്യമായി പട്ടുവസ്ത്രം ധരിച്ചതാരാണെന്നറിയോ? ലോക ചരിത്രത്തിൽ ഏറ്റവും നികൃഷ്ടമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൈവിക ശിക്ഷ ഇറങ്ങി വന്നുകൊണ്ട് പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ട നാടായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാട്ടുകാരാണ് ലോക ചരിത്രത്തിൽ ആദ്യം പട്ടിന്റെ വസ്ത്രം ധരിച്ചത് എന്നാണ്. അവരുടെ പാരമ്പര്യമാണത്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൗമിന്റെ പാരമ്പര്യമാണ്. എന്നാൽ ഈ ഉമ്മത്തിൽ ആദ്യമായി പട്ടുവസ്ത്രം ധരിക്കുന്ന സ്വഭാവം തുടങ്ങിയത് എപ്പോൾ മുതലാണ്? ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹം പറയുന്നു, ഈ ഉമ്മത്ത് ആദ്യമായി പട്ട് ധരിക്കുന്ന ഒരു സമ്പ്രദായം തുടങ്ങിയത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹം കൂടുതൽ അപജയത്തിലേക്ക് പോയ കാലഘട്ടമാണ്. ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല ഉമ്മത്ത് എന്റെ ഉമ്മത്താണെന്ന് പ്രവാചകൻ പറയുമ്പോൾ ആ ഉമ്മത്തിൽ അടങ്ങിയിരിക്കുന്ന ഉന്നതമായ മൂല്യങ്ങൾ പതുക്കെ പതുക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് ദുർഗുണങ്ങൾ സമൂഹത്തിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങിയത് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം മുതലാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങിയത്. അന്നു മുതലാണ് ഇസ്ലാമിക സമൂഹം പട്ടുവസ്ത്രം ധരിക്കാൻ തുടങ്ങിയത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു തആല. അപ്പോൾ മൂന്നാമതായി പ്രവാചകൻ പറയുന്നത് അതാണ്, എന്റെ ഉമ്മത്ത് പട്ടുവസ്ത്രം ധരിക്കൽ ഹലാലാണെന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ, അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മേനിയഴക് പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ അലൈഹിമുദ്ദിമാർ, ഈ ഉമ്മത്തിന്റെ മേൽ നാശമാണ്. നാലാമത് പ്രവാചകൻ പറഞ്ഞു, വത്തഖദൽ ഖിയാൻ, പാട്ടുപാടുന്ന പെൺകുട്ടികൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാലഘട്ടം വന്നാൽ, പാട്ടുപാടുന്ന ആളുകൾക്ക് പൊതുവായ സ്വീകാര്യത കിട്ടുന്ന ഒരു കാലഘട്ടം വന്നാൽ, കല്യാണങ്ങൾക്ക് പാട്ടുപാടുന്ന പെണ്ണുങ്ങളെ വിലക്കെടുത്തുകൊണ്ട് വാടകയ്ക്കെടുത്തുകൊണ്ട് സുന്ദരികളായ പെൺകുട്ടികളെ പാട്ടുപാടിപ്പിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ അലൈഹിമുദ്ദിമാർ, ഈ ഉമ്മത്തിന്റെ മേൽ നാശമാണ്. പഴയ കാലങ്ങളിലൊക്കെ പാട്ടെന്ന് പറയുന്ന അത്രയ്ക്ക് സ്വീകാര്യത ഉണ്ടായിരുന്നില്ല. പാട്ടുപാടാൻ വേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ട സ്റ്റേജിലായിരുന്നു പാട്ട്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കല്യാണം തുടങ്ങിയാൽ അവിടെ പാട്ടാണ്, വീട് കയറി കൂടൽ തുടങ്ങിയാൽ അവിടെ പാട്ടാണ്, ഏതെങ്കിലും പ്രധാനപ്പെട്ട പ്രമുഖന്മാർ ഒത്തൊരുമിച്ച് കൂടുന്ന സദസ്സിന്റെ പരിസമാപ്ത വേളയിൽ പാട്ടാണ്. ഏത് മുബാറക്കായ ഇസ്ലാമിന്റെ ആചാരങ്ങൾ വരുമ്പോഴും ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ട് ഗാനമേള സംഘടിപ്പിച്ചുകൊണ്ട് തോന്നുന്ന മനസ്സിൽ തോന്നുന്ന എല്ലാ രീതിയിലുള്ള ആഭാസങ്ങൾക്കും വളം വെച്ചു കൊടുക്കുന്ന പിതാവേ, നീ സമുദായത്തിന്റെ നാശമാണ്. പ്രിയപ്പെട്ട മക്കളെ, നീ സമുദായത്തിന്റെ നാശമാണ്. യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഏതായാലും പാട്ട് എന്ന് പറയുന്നത് ഇപ്പൊ കാണുന്ന രീതിയിലുള്ള മാപ്പിളപ്പാട്ട് എന്ന പേരിൽ ഇറങ്ങുന്ന ആൽബം പാട്ടുകൾ അത് തനിച്ച ഹറാമാണ്. കാരണം അത്തരം പാട്ടുകളിൽ നിന്നും പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. ആ പാട്ട് കേട്ടിട്ടാണ് നമ്മുടെ പെൺകുട്ടികൾ കല്യാണപ്രായമെത്തിയ ആരും വെട്ടിക്കൊണ്ടുപോകാതെ വീടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പെൺകുലകൾ, ആ പെൺകുലകൾ അന്യപുരുഷന്റെ കൂടെ ഏതെങ്കിലും തോന്നിയാസിയുടെ കൂടെ വീട് വിട്ടിറങ്ങിപ്പോവുകയും പിറ്റേ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ തലയില്ലാതെ കിടക്കേണ്ടി വരികയും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പാട്ടുകളുടെ അതിപ്രസരം നമ്മുടെ വീടുകളിൽ വർദ്ധിച്ചതുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള പാട്ടുകൾ കേട്ടാൽ ഹറാമ് ചെയ്യാൻ മനസ്സിന് തോന്നുന്ന പാട്ടുകൾ, കേട്ടാൽ ലൈംഗികമായ ആഗ്രഹങ്ങൾക്ക് താല്പര്യമുണ്ടാക്കുന്ന പാട്ടുകൾ, കേട്ടാൽ ദുനിയാവിനോട് താല്പര്യമുണ്ടാക്കുന്ന പാട്ടുകൾ, ഈ പാട്ടുകൾ ഹറാമാണ്. അതേസമയം അള്ളാഹുവിനെ കുറിച്ച് മനസ്സിൽ ബോധമുണ്ടാക്കുന്ന ഗാനമാണെങ്കിൽ, പ്രവാചകന്റെ മഹത്വം വിളിച്ചു പറയുന്ന ഗാനമാണെങ്കിൽ, ഇസ്ലാമിക ചരിത്രത്തെ പ്രഘോഷണം ചെയ്യുന്ന ഗാന വജസ്സുകളാണെങ്കിൽ അത് ഇസ്ലാമിക പണ്ഡിതന്മാർ അംഗീകരിച്ചത് തന്നെയാണ്. അള്ളാഹുവിനെ കുറിച്ച് ബോധമുണ്ടാക്കുന്ന പാട്ട് പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ കുഞ്ഞുമക്കളെ പാടിയുറക്കാൻ ഉപയോഗിക്കുന്ന പാടി പഴകിയ പാടി പതിഞ്ഞ സുന്ദരമായ അള്ളാഹുവിനെ കുറിച്ച് ബോധമുണ്ടാക്കുന്ന പാട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ പടിയിറങ്ങുകയും തൽസ്ഥാനത്തേക്ക് സിനിമ ആൽബം പോലെയുള്ള ഗാനങ്ങൾ പ്രവേശിക്കുകയും ചെയ്തപ്പോൾ വളരുന്ന കുഞ്ഞുങ്ങൾ ഇസ്ലാമിക മൂല്യങ്ങളിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങി
എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു നേട്ടം. നമുക്ക് വേണ്ടാത്തതെന്ന് മറ്റുള്ളവർ ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ കണ്ടു കാണുന്ന ഒരു വീഡിയോ, പാട്ടുകാരിയായ സിതാരയോട് ഇന്റർവ്യൂ നടത്തുന്ന ആ ടിവിയുടെ അവതാരകൻ ചോദിച്ചു, നിങ്ങളുടെ മകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? അല്ലെങ്കിൽ നിങ്ങളുടെ മകൾ ഉറങ്ങാൻ നേരത്ത് എനിക്ക് പാട്ടുപാടി തരൂ എന്ന ഉറക്കത്തിന്റെ വേളയിൽ നിങ്ങളുടെ മകൾ നിങ്ങളോട് ചോദിക്കുന്ന പാട്ട് ഏതാണെന്ന് ചോദിച്ചപ്പോൾ മുസ്ലിം അല്ലാത്ത സിതാര എന്ന് പറയുന്ന പാട്ടുകാരി പെണ്ണ് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എന്റെ മോൾ എന്നോട് ആവശ്യപ്പെടുന്ന പാട്ട് ഹസ്ബി റബ്ബി മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് എന്റെ മകൾ എന്നോട് പറയുന്ന പാട്ട്. സുബ്ഹാനല്ലാഹ്. അല്ലെ, അവരുടെ മുമ്പിൽ നമ്മൾ തലകുനിച്ച് നിൽക്കണം. അവരാ പാട്ട് പാടുന്നുണ്ട് എത്ര ഉച്ചാരണ ശുദ്ധിയോടുകൂടിയാണ്. 10-60 വർഷം വരെ ജീവിച്ചിട്ട് നമുക്ക് പോലും അറബി അക്ഷരങ്ങളുടെ ഉച്ചാരണ ശുദ്ധി ശരിയായ രീതിയിൽ പറയാൻ കഴിയുന്നില്ല. പക്ഷേ അമുസ്ലിമത്തായ ഒരു സഹോദരി വളരെ മഖ്റജ് അനുസരിച്ചുകൊണ്ട് ഉച്ചാരണ ശുദ്ധിയോടുകൂടി പാട്ട് പാടുന്നു. എനിക്ക് അല്ലാഹു മദി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്, അല്ലാഹു അല്ലാത്ത മറ്റൊന്നും എന്റെ ഹൃദയത്തിലില്ല. ഇന്ന് അങ്ങനെയാണോ? അല്ലാഹു അല്ലാത്തതെല്ലാം എന്റെ ഹൃദയത്തിലുണ്ട് എന്നാണ് ഇന്ന് മക്കൾ പാടുന്നത്. പണ്ട് പാടിയിരുന്നത് അല്ലാഹു അല്ലാത്ത മറ്റൊന്നും എന്റെ ഹൃദയത്തിലില്ല. മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രവാചകന്റെ പ്രകാശത്തെ കുറിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യസാക്ഷ്യത്തിന്റെ വചനത്തിന്റെ പൊരുളിനെ കുറിച്ച്, അല്ലാഹു എന്ന് പറയുന്ന അപാരമായ ശക്തിവിശേഷത്തെ കുറിച്ച് കുഞ്ഞു ഹൃദയങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ ബോധമുണ്ടാക്കാൻ പര്യാപ്തമായ പാട്ടുകളെ കുറിച്ച്, അത് ശിർക്കാണെന്നും കുഫ്റാണെന്നും നാം വിധി എഴുതിയപ്പോൾ ആ പാട്ടുകൾ പടിയിറങ്ങുകയും ഡാഡിയും മമ്മിയും വീട്ടിലില്ല, അതുകൊണ്ട് വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് രഹസ്യമായ മെസ്സേജുകളിലൂടെ കാമുകനെ വീടിന്റെ ഉള്ളിലേക്ക് വിളിച്ചു വരുത്തി തോന്നുന്ന രീതിയിൽ അനിസ്ലാമികത ചെയ്യാൻ നമ്മുടെ മക്കൾക്ക് നാം അനുവാദം കൊടുത്തു. പണ്ട് കാലങ്ങളിലൊക്കെ പാട്ടിലൂടെയാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് മുൻഗാമികൾ എഴുതി വെച്ചത് അൽ ഗിനാഉ റുഖിയത്തു സിനാ, പാട്ടെന്ന് പറയുന്നത് വ്യഭിചാരത്തിന്റെ മന്ത്രമാണ്. പാട്ട് ഒരുപാട് കേട്ടാൽ വ്യഭിചാരത്തിലേക്ക് മനുഷ്യന് ആഗ്രഹമുണ്ടാവും, ലൈംഗികമായ ആസ്വാദനത്തിന് മനുഷ്യൻ തയ്യാറാവും. അതുകൊണ്ടാണ് പാട്ടുകാരെ ആളുകൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ വ്യൂസ് ആരുടെ വീഡിയോസിനാണ്? പ്രസംഗിക്കുന്നവരുടെ വീഡിയോസിനാണ്, പാട്ട് പാടുന്നവരുടെ വീഡിയോസിനാണ്. കാരണം പാട്ടെന്ന് പറയുന്നത് വ്യഭിചാരത്തിന്റെ മന്ത്രമാണ്. ബരീദുസ്സിന, വേറൊരു ഹദീസിൽ കാണാം അൽ ഗിനാഉ ബരീദുസ്സിന, പാട്ടെന്ന് പറയുന്നത് വ്യഭിചാരത്തിന്റെ പോസ്റ്റ്മാനാണ്. വ്യഭിചാരത്തിന്റെ സന്ദേശം നിന്നിലേക്ക് കൊണ്ടുവന്നു തരുന്നത് ഇത്തരത്തിലുള്ള മോശമായ ഗാനങ്ങളാണ്. അതുകൊണ്ട് മോശമായ ഗാനങ്ങളോട് പൂർണ്ണമായി വിട പറഞ്ഞുകൊണ്ട് നല്ല നല്ല ഗാനങ്ങൾ ആലപിക്കുക. കല്യാണത്തിന്റെ സദസ്സുകളിലാണെങ്കിലും പാട്ട് വേണ്ട എന്നല്ല, പാട്ട് പാടണം. പക്ഷെ ഇസ്ലാമികമായ പാട്ട്, നല്ല രീതിയിലുള്ള മുൻഗാമികൾ മോയിൻകുട്ടി വൈദ്യരെ പോലെയുള്ള മാപ്പിള സാഹിത്യത്തിലെ കുലപതികൾ എഴുതി വെച്ച ഇസ്ലാമിക ചരിത്രത്തെ പ്രഘോഷണം ചെയ്യുന്ന മഹത്തരമായ ഗാനങ്ങൾ. അറവനമുട്ട്, ദഫ്, വദരിബു അലൈഹ ദുഫൂഫ്, വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകൻ പറഞ്ഞില്ലേ, വിവാഹത്തെ നിങ്ങൾ പരസ്യപ്പെടുത്തണം. വദരിബു അലൈഹ ദുഫൂഫ്, ആ വിവാഹത്തിന് നിങ്ങൾ ദഫ് മുട്ടിക്കൊള്ളുക. പ്രവാചകന്റെ സുന്നത്താണ്. നമുക്ക് ദഫില്ല, ദഫിന് പകരം ഗാനമേളയാണ്. ആ ഗാനമേള മാറ്റിയിട്ട് ദഫിലേക്ക് മടങ്ങൂ. പ്രവാചകന്റെ കൽപ്പന ജീവിതത്തിൽ സാക്ഷാത്കരിച്ചതിന്റെ കൂലി കിട്ടും. അതുകൊണ്ട് ഈ ഉമ്മത്ത് എപ്പോൾ മുതലാണോ വത്തഖദൽ ഖിയാൻ, ഗാനമേളയ്ക്കും പാട്ടുകാരി പെണ്ണുങ്ങൾക്കും അനുവാദം കൊടുക്കുകയും അതൊക്കെ നല്ലതാണ് എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വന്നാൽ അലൈഹിമുദ്ദിമാർ, നാശമാണ് അവരുടെ മേലുള്ളത്. പ്രവാചകൻ 5-ാമതായി പറയുന്നു വഖ്തഫർ റിജാലു ബിർരിജാൽ, ആണിനാണ് മതിയാകുന്ന ഒരു കാലഘട്ടം. 6-ാമത്തേത് വന്നിസാഉ ബിന്നിസാ, പെണ്ണിന് പെണ്ണ് മതിയാകുന്ന ഒരു കാലഘട്ടം. പെണ്ണുകെട്ടലല്ല, കുറച്ചു കഴിയുമ്പോൾ പെണ്ണുകെട്ടൽ എന്ന് പറയുന്നതിന് പകരം ആണുകെട്ടലായിട്ട് മാറും. ആണിന് പെണ്ണിനോടുള്ള താല്പര്യം കുറയുന്നു. എന്തുകൊണ്ട് കുറയുന്നു? ഫോൺ വീഡിയോസുകളുടെ അതിപ്രസരം. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് പെണ്ണിനോട് താല്പര്യം തോന്നുക?
പാശ്ചാത്യന്മാർ ചാനലുകളിലൂടെയും യൂട്യൂബുകളിലേക്കും കയറ്റിവിടുന്ന പോൺ വീഡിയോസുകൾ, ആ വീഡിയോസുകൾ മനുഷ്യന്റെ ലൈംഗികമായ ദാഹത്തെ പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ട് സ്വന്തം വർഗത്തിൽപ്പെട്ട ആളുകളെ പ്രണയിക്കാനും പ്രേമിക്കാനും പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ പറയുന്നു, ആണിന് മതിയാകുന്ന കാലഘട്ടം. ഹോമോസെക്ഷൽ എന്നൊക്കെ പറയുമല്ലോ അല്ലെ, സ്വവർഗാനുരാഗികൾ. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ പെണ്ണിനെ വിവാഹം കഴിക്കുന്ന കാലം, ആണിനെ വിവാഹം കഴിക്കുന്ന കാലം, ആ ഒരു അവസ്ഥ വന്നാൽ അലൈഹിമുദ്ദിമാർ, ആ സമൂഹത്തിന്റെ മേൽ നാശം ഇതാ നിർബന്ധമായിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി. കഴിഞ്ഞ ദിവസം ഒരു കൊലപാതകം നമ്മൾ പത്രത്തിൽ വലിയൊരു ഉദ്യോഗസ്ഥനാണ്. എന്താ കൊലപാതകം? തന്റെ വർഗത്തിൽപ്പെട്ട സ്വവർഗാനുരാഗിയായ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ നീച്ച പ്രവർത്തികൾക്കും ശേഷം നടന്ന കൂലിയുമായി ബന്ധപ്പെട്ട സംസാരത്തിന്റെ ഇടയിൽ വന്ന പ്രശ്നം അവസാനിച്ചത് കൊലപാതകത്തിലാണ്. അല്ലെ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും സമൂഹം കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്തിനെ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ 6 കാര്യങ്ങളെ വിശ്വാസം നിർബന്ധമായിട്ട് സൂക്ഷിക്കണം. ഈ 6 കാര്യങ്ങൾ പിതാവിന്റെ അനുവാദമില്ലാതെ കുടുംബത്തിലേക്ക് പ്രവേശിച്ചാൽ ആ കുടുംബം തകരും. ഒന്നാമത്തേത് പരസ്പരമുള്ള ശാപം വർദ്ധിക്കുക, രണ്ടാമത്തേത് മദ്യപാനം വർദ്ധിക്കുക, മൂന്നാമത്തേത് പട്ടെടുക്കുന്ന ആളുകൾ ഉണ്ടാവുക, നാലാമത്തേത് ഗാനവും പാട്ടുമെല്ലാം നിർലോഭം, യാതൊരു മടിയുമില്ലാതെ ഹറാമായ ഗാനങ്ങൾ ആലപിക്കുക, പുരുഷന് മതിയാവുക, പെണ്ണിന് മതിയാവുക. ഈ 6 കാര്യമുണ്ടായാൽ ആ സമൂഹം നശിക്കുക തന്നെ ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രീതിയിലുള്ള നാശത്തിൽ നിന്ന് പടച്ച തമ്പുരാൻ നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഉമ്മത്തിനെയും നമ്മുടെ നാടിനെയും എല്ലാം അല്ലാഹു സംരക്ഷിക്കുമാറാവട്ടെ. രാജ്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല